ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ചെറിയൊരു റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നാലുള്ള ഏകദേശം ഒരു റൊട്ടീനാണത്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് രണ്ടാമത്തെ ട്രിപ്പ് കുട്ടികളെയൊക്കെ കൊണ്ട് വീട്ടിലെത്തിക്കാനുള്ള സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോവുക കേട്ടോ. മൂപ്പര് പോയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കാറുള്ളത്. എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന എൻ്റെ ഒരു കംഫർട്ട് സ്പേസാണ് കാണുന്നത്. അവിടെയാണ് ഞാൻ ഇരുന്ന് ഫോണിലുള്ള കളികൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫിലിമും കണ്ടിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഒരു 4-4:30 ആയപ്പോൾ ഇതുമ്പോൾ ഒന്ന് നല്ല ടയേർഡായിട്ടുണ്ട്. ഓള് വന്നവിടെ കുറച്ച് നേരം കിടന്നു. പിന്നെ എന്താ വെച്ച് ഇവിടെ കഴിക്കാൻ ചായക്കടിയിലെന്ന് ചോദിച്ചപ്പോൾ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ ബിസ്ക്കറ്റ് വേണ്ട, എന്തോ ഒരു നുറുക്ക് പോലെ എന്തോ സംഭവം പറഞ്ഞ പേര് അത് വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. മഴ ആയതുകൊണ്ട് ഞാൻ സൈക്കിളുമ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് കുടയും കൊണ്ടുപോകുന്നുണ്ട്, സൈക്കിളും കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് പോണത് വരുന്നതൊന്നും എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഏതായാലും ഓട് നല്ല രീതിയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ ചായ ഉണ്ടാക്കി, ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ട്. അതിനിപ്പോൾ ആ നുറുക്ക് വാങ്ങിയതും കഴിച്ചിട്ടുണ്ട്. നുറുക്ക് ഇവിടെ കൊണ്ടുവന്ന പാടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ അധികം കഴിക്കട്ടെ, അതൊരു കടലപ്പൊടിൻ്റെ ഒരു ഐറ്റംസാണ്. അപ്പോൾ ചിലപ്പോൾ വയറ് പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് വാങ്ങിയപ്പോൾ നല്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞ് പിന്നെ എടുത്ത് വെച്ച് നാളെ കഴിക്കാമെന്നും പറഞ്ഞ് പിന്നെ ചായ കൂട്ടിയത് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. ചായയുടെ കഴിഞ്ഞ് ഞാൻ വേഗത അവളോട് മേലെ എഴുതാനൊക്കെ പറഞ്ഞു. മേലെ എഴുതി വന്നിട്ടുണ്ട്, എന്നാലേ ഫുഡ് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് മുപ്പർക്കും ചായയൊക്കെ കൊടുത്തു. ഒരു 7-7 ആയപ്പോഴാണ് നീനൂട്ടി എത്തിയത് കേട്ടോ. പെട്ടെന്ന് ലീവ് കിട്ടി ഇപ്രാവശ്യം. ഞാൻ 2 ദിവസമൊക്കെ നിന്ന് പോയതല്ലേ, പെരുന്നാൾക്ക് വന്നിട്ട് 2 ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ അടുത്തൊന്നും ലീവ് കിട്ടൂലേ എന്നുള്ള ടെൻഷനിലായിരുന്നു. എന്തായാലും എന്തോ ഭാഗ്യത്തിന് ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ എത്തി വന്നപ്പം കിറ്റ്കാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഓക്ക് കോഫി മതിയാണ്. അപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ പോയിട്ട് കോഫി ഉണ്ടാക്കുകയാണ്. ഓക്ക് ചായരങ്ങാണ് ഇഷ്ടം, കോഫിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാക്ക് ചെറിയ ബ്രൂവിൻ്റെ ഒക്കെ ചെറിയ 2 രൂപേൻ്റെ കോഫിയിൽ അതാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കാറുള്ളത്. ബട്ടർ കോഫി ഉണ്ടാക്കാനായാലും നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കാനായാലും കേട്ടോ. അതൊരു കണക്ക് നമുക്ക് കിട്ടും. നമുക്ക് സ്പൂൺ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോഫിക്ക് ഒരു അളവ് കറക്റ്റാണല്ലോ അത്. അപ്പോൾ അതാണ് ഞാൻ കൊണ്ടുവയ്ക്കാറുള്ളത് കേട്ടോ. അങ്ങനെ പാലിൽ നിന്ന് ഇച്ചിരി ചൂടായ പാല് നമ്മൾ കോഫി പൊടിക്ക് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ബീറ്റ് ചെയ്യാണ് കേട്ടോ. ആ സമയം ഞാൻ അപ്പം ചൂടാൻ നോക്കുക. മാവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ രാവിലത്തെ അപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അതും ചുട്ടെടുക്കുക. പിന്നെ ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഒക്കെ അത് അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ കോഫി പൊടി ഇങ്ങനെ ഇളക്കണമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ചൂടണമുണ്ട്, ബീഫ് ചൂടാക്കണമുണ്ട്. അങ്ങനെ ഒരുപാട് പണികളാണ് ഞാൻ ഒപ്പം ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഓക്കുള്ളത് ചുട്ടും. അപ്പോൾ തന്നെ ഇതും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓള് ഞാൻ ഇത് നീനൂട്ട് വന്നിട്ട് ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുമൂന്നുള്ളതും ഞാൻ ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ പാല് തിളച്ച് വന്നപ്പോൾ ഞാനിത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച കാപ്പി പൊടിക്ക് അങ്ങനെ പാർന്ന് അങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. പഞ്ചസാര ഓൾറെഡി നമ്മൾ ഇളക്കിയിട്ടുണ്ടല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മളൊന്ന് ജസ്റ്റ് ചൂടാണ് ഒരു 2-3 വട്ടം അങ്ങോട്ട് ആക്കി നല്ല അടിപൊളിയായിട്ടുള്ള കോഫി നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ആ രീതിയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഓക്ക് കഴിക്കാനുള്ള ബീഫും അപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.